ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രജയുടെ വാക്കുകൾ കേട്ട് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ നന്ദിനി പോയിരിക്കുകയാണ് കേട്ടോ. അമ്പലത്തിലോട്ട് പോകാനൊരുങ്ങുന്ന നന്ദിനിയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പോയിരിക്കുന്നത്. എന്നാൽ ഈ സമയം സൂര്യ ഇറങ്ങി വരികയാണ്. അങ്ങനെ സൂര്യ ദേഷ്യത്തോടു കൂടി നന്ദിനി എന്ന് വിളിക്കുമ്പോൾ സൂര്യ അടുക്കളയിൽ കയറിയിരിക്കുന്നു കേട്ടോ. ഇതേ സമയം അത് വരുന്ന സാർ ഒരു 5 മിനിറ്റ് എന്ന് പറയുമ്പോഴേക്കും സൂര്യയെ എന്ത് ചെയ്യുന്നു, നന്ദിനിയെ വിളിക്കാൻ വേണ്ടി കിച്ചണിലോട്ട് കയറുകയാണ് കേട്ടോ. എന്നിട്ട് നീ എന്താ ഇവിടെ കാണിക്കുന്നത്, അത് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ലേ, നിന്നെപ്പോലെ ഒരു പെണ്ണ് തന്നെയല്ലേ അവർ. അത് കേൾക്കുന്ന ഭേദയും സൂര്യയും ഒരു നിമിഷത്തേക്കൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതെ, നിന്നെപ്പോലെ ഒരു പെണ്ണല്ലേ അവർ, അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണം അവരുണ്ടാക്കിക്കോട്ടെ, നീ ഇങ്ങ് വന്നാൽ നമുക്ക് നമ്മുടെ കാര്യത്തിന് പോവാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും നന്ദിനിയെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുമ്പോൾ സാറേ ഒരു 5 മിനിറ്റ് മതി, ഒരു 10 മിനിറ്റ് മതി നന്ദിനി, നീ മതി, നിർത്ത്, നിൻ്റെ ഈ വേലത്തരം നിർത്ത്, മതി, അവർക്ക് വേണ്ടി ഭക്ഷണം അവർ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോട്ടെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞു വളരെ ദേഷ്യത്തോടു കൂടി സൂര്യ അവിടെ നിന്നും കൊണ്ടുപോകണേ കേട്ടോ നന്ദിനിയെ. എന്നാൽ ഈ സമയം കണ്ടില്ലേ, അവളുടെ അഹങ്കാരം കണ്ടില്ലേ, നമുക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാതെ ഇനി എന്ത് ചെയ്യും ചേച്ചി, എനിക്കാച്ചെങ്കിൽ വിശന്നിട്ട് നിൽക്കാൻ വയ്യ, നല്ല വിശപ്പുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം നന്ദിനിയാണെങ്കിൽ കാറിൽ കയറി ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. അത് കാണുന്ന സൂര്യ ചോദിക്കുക, എന്താ നന്ദിനി നിൻ്റെ മുഖത്ത് ഇത്ര വീർപ്പ്, അത് പിന്നെ അവർക്കൊരു ലേശം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അതിന് എത്ര സമയമൊന്നും എനിക്ക് വേണ്ട, 10 മിനിറ്റ് മതിയായിരുന്നു, സാർ എന്താ അത് അനുവദിക്കാതിരുന്നത്. നന്ദിനി, നീ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലല്ലേ, നീ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്ന് കരുതി നിനക്ക് അവർ സർട്ടിഫിക്കറ്റ് തരുമെന്ന് വിചാരമുണ്ടോ, അതല്ലല്ലോ എനിക്ക് ചെയ്യേണ്ട കടമകളില്ലേ, നിനക്ക് എന്ത് കടമ, നീ ആ വീട്ടിലെ എന്താണ്, അല്ല ഞാനല്ല ആ വീട്ടിലെ വേലക്കാരി എന്ന്. നന്ദിനി, നീ തന്നെ നിന്നെ കുറിച്ച് കാണുമ്പോൾ അവർക്ക് അതിലേറെ അത് നന്നായി എന്ന് തോന്നും, എന്നാൽ നീ ഒരിക്കലും അവിടുത്തെ വേലക്കാരി ഒന്നുമല്ല, നീ എൻ്റെ ഭാര്യയാണ്, അത് നീ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് അടിമയായി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് വേണമെങ്കിൽ അവരുണ്ടാക്കട്ടെ, ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ചല്ലേ ഉണ്ടല്ലോ നന്ദിനി, എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറയാനായിട്ടാ. അങ്ങനെ അതോടുകൂടി ആ സംസാരം അവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ഇതേ സമയം നന്ദിനി മുഖം കൊണ്ട് ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുണ്ടിട്ട് ഇങ്ങനെ സൂര്യയെ കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇവരിങ്ങനെ ചെല്ലുകയാണ്, അമ്പലത്തിൽ ചെല്ലുകയാണ്. അപ്പോൾ സൂര്യ അമ്പലത്തിൽ ഇറങ്ങിയ പാടെ നന്ദിനിയോട് പറയണേ, ഞാൻ എന്തായാലും മാലയും പൂജക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ മേടിക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയം അത് മേടിക്കുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്ന് അവിടെ ഇങ്ങനെ ഭിക്ഷക്കാരിരിക്കുന്നുണ്ടല്ലോ, ഇത് നന്ദിനി ഇത് കയ്യിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ കയ്യിൽ കൊടുക്കുക. പിന്നീട് ഇവർ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഭിക്ഷക്കാർ ഒന്നടക്കം ഓടി വരികയാണ്. സൂര്യ സാർ എന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട് കേട്ടോ. സാറേ എത്ര ദിവസമായി ഈ വഴിക്ക് വന്നിട്ട്, സാറിനെ കണ്ടിട്ട് എത്ര ദിവസമായി കാണാൻ കാത്തിരിക്കുന്നത്, സാർ എവിടെയായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തോരാതെ ഓരോരുത്തരായി ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ നന്ദിനി വല്ലാതെ അതിശയപ്പെട്ടു പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം സൂര്യ അവരോട് കാണിക്കുന്നതാണ് അതിലേറെ ഭയങ്കരതോട് കൂടിയിട്ട് സൂര്യ പറയണം, ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങളടുത്ത് വരാമെന്ന് പറയാൻ, സാറിന് സുഖമില്ലേ, സാറിന് കുഴപ്പമൊന്നുമില്ല, സാർ അന്ന് ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തന്ന് സാർ അങ്ങ് പോയതല്ലേ, അപ്പോൾ ഇതാണല്ലേ സാറിൻ്റെ ഭാര്യ എന്നൊക്കെ പറയാം മാഡം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ ആ കണ്ണ് കാണാത്ത കുട്ടി വന്നിട്ട് ചേച്ചിയെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് തൊടണമെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ തൊടുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടു കൂടി നിൽക്കണം. അപ്പോൾ ഞങ്ങളുടെ സാറ് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ത്യാഗം ഒരാളും ചെയ്യില്ല കുട്ടിയെ, അത് നീ മനസ്സിലാക്കണം. ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഭിക്ഷയാചിക്കുക, അതും ഇത്രയും ലെവലിൽ ഇരിക്കുന്ന ഒരാൾ ഭിക്ഷയാചിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സാർ അത് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സംസാരം തുടരുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഉടൻ തന്നെ നന്ദിനിക്ക് ആകെ ആശ്ചര്യമായിരിക്കണം. ഇതേ സമയം വാ നമുക്ക് അങ്ങ് അമ്പലത്തിലോട്ട് പോയിട്ട് വരാം കേട്ടോ, എല്ലാവരെയും തിരിച്ചു വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നിട്ട് പൂജാരിയുടെ കയ്യിൽ പ്രസാദം കൊടുക്കാൻ നേരത്ത് ആ പൂജാരി പറയണേ, അല്ല ഇന്നും ദേവിയുടെ പേരിലാണോ പൂജ ചെയ്യേണ്ടത്. അത് കേട്ടോട് തന്നെ നന്ദിനി ഇതെന്താ ഇങ്ങനെ ഒരു ചോദ്യം എന്നുള്ള ലെവലിൽ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അതെ, ഇന്നും ദേവിയുടെ പേരിലാണോ പൂജ ചെയ്യേണ്ടത്. ഇത് കേട്ടോടെ തന്നെ എന്താ പൂജാരി നിങ്ങളിങ്ങനെ ചോദിക്കുന്നതെന്ന് സൂര്യ ചോദിക്കുകയാണ്. അത് കേട്ടോടെ തന്നെ അല്ല ഇന്നും ദേവിയുടെ പേരിലാണോ, അന്ന് സാറ് വന്നപ്പോൾ സാറിന് ഭാര്യയുടെ നാളും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, സാറിൻ്റെ അറിയില്ലായിരുന്നു, അപ്പോൾ പിന്നെ ദേവിയുടെ പേരിൽ ചെയ്യണമെന്ന് ചോദിച്ചതാണ്. അത് കേട്ട സൂര്യ ഒന്ന് ആകെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നന്ദിനിയുടെ മുന്നിൽ. അപ്പം നന്ദിനിയുടെ മുന്നിൽ നന്ദിനിക്ക് സുഖമില്ലാതെ അമ്പലത്തിൽ വന്ന് അർച്ചന ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെ അറിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ
ഇങ്ങനെ പരുങ്ങുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ നന്ദിനി പറയണേ, ഞാൻ പറഞ്ഞു തരാം സൂര്യ സാറിൻ്റെ നാളും ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നന്ദിനിയുടെ നാളും പറയുന്നുണ്ട്. ഇതേ സമയം പൂജാരിയോട് പറയണേ, ഞാനിപ്പോൾ വന്നത് ഞങ്ങൾക്ക് 2 പേർക്കും അർച്ചന ചെയ്യാനും വഴിപാട് ചെയ്യാനും ഒന്നുമല്ല, പക്ഷേ ഞങ്ങളിപ്പോൾ വന്നത് ഈ നിൽക്കുന്ന സൂര്യ സാറിൻ്റെ പെങ്ങളുട്ടിൻ്റെ വേദ അവൾക്ക് വേണ്ടി ചെയ്യാനാണ്. ചില പൂജകളുണ്ട്. ഇതാ ഈ പണം ദേവിയുടെ പണപ്പെട്ടിയിലിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പണം ദേവിയുടെ കാൽക്കൽ വെക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയുടെ നാളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പൂജാരി ശരിയെന്നും പറഞ്ഞ് പൂജ ചെയ്യാണ്. അങ്ങനെ പൂജ ചെയ്തതിന് ശേഷം പ്രസാദവുമായി ഇവരുടെ കയ്യിൽ കൊടുക്കണം കേട്ടോ. ഇതേസമയം ഇത് നന്ദിനിയും സൂര്യയും കൂടി വാങ്ങുന്നുണ്ട്. പ്രസാദം സൂര്യയാണ് വാങ്ങുന്നത്. അങ്ങനെ നന്ദിനിയാണെങ്കിലോ തൻ്റെ കയ്യിൽ കിട്ടിയത് താനിങ്ങനെ പതിയെ ഇങ്ങനെ തൻ്റെ നെറ്റിയിൽ തൊടാൻ നേരം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അമ്മ പറയണേ, മോളെ നീ എന്തിനാ നെറ്റിയിൽ നിൻ്റെ സിന്ദൂരം ഇടുന്നത്? ഈ നിൽക്കുന്ന നിൻ്റെ ഭർത്താവ് ഇട്ട് തരുമെന്ന് പറയണ. അതിനെന്താ, ഞാൻ ഇട്ട് തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് സൂര്യ സിന്ദൂരം തൊട്ടിട്ട് നെറ്റിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതേ സമയം നന്ദിനിക്ക് എന്താ പറയണതെന്ന് അറിയില്ല. ആ സമയം വല്ലാതെ ഇങ്ങനെ എന്തോ ഓരോ ദിവസം സൂര്യയിലോട്ട് ഇങ്ങനെ അടുത്തും കൊണ്ടിരിക്കുക. സൂര്യയുടെ പ്രവൃത്തി അങ്ങനെയാണ്. അങ്ങനെ ഈ നെറ്റിയിൽ സിന്ദൂരം ഇട്ടെടുത്തതിന് ശേഷം പിന്നീട് പ്രസാദം ഇട്ട് കൊടുക്കുമ്പോൾ തൻ്റെ കണ്ണിലൊക്കെ പോയിട്ടുണ്ടാവും, അവിടെയൊക്കെ പൊടിയായി വീണിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യ പതിയെ ഊതി കൊടുക്കണം കേട്ടോ. ഇതും കൂടി ആയപ്പോൾ പറയാനില്ല. അങ്ങനെ അത്രയും വലിയൊരു ഇതോടുകൂടി സൂര്യ ഇങ്ങനെ നന്ദിനി കണ്ണുവെട്ടാതെ ഇങ്ങനെ നോക്കണം കേട്ടോ. പിന്നീട് അവരെ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ കാണാം കേട്ടോ ഒരു ഭക്ഷണം ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അത് അവർ വാങ്ങിച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നന്ദിനിയും സൂര്യയും ഒരു തിണ്ണയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയണേ, ഇത് വല്ലാത്തൊരു സുഖമാണ്, ഇവിടെ ഇങ്ങനെ ഈ അമ്പലത്തറയിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് പ്രത്യേക ഒരു ആനന്ദമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ഇതൊക്കെയാണ് മനസ്സിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത്. ഇതേ സമയം നന്ദിനി പറയണേ, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരുന്നത്, അതെന്താ ആരതിയെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു. അതെന്തപ്പോൾ ആരതിയെക്കുറിച്ച് ഓർക്കുക? എനിക്കിങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് എത്രമാത്രം ആരതി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. സാറിപ്പോൾ ഭിക്ഷക്കാർ പറഞ്ഞു കേട്ടപ്പോൾ സാറ് എനിക്ക് വേണ്ടി അയ്യോ ഇനി ആ കഥ തുടരണ്ട, അത് നിർത്തിയേക്ക്, ഞാൻ ഭിക്ഷാടനം ചെയ്ത കഥയെക്കുറിച്ച് പറയണ്ട. അപ്പം ഈ ആരതിയെക്കുറിച്ച് എന്താ പറയാനുള്ള വെച്ചാൽ പറ എന്ന് പറഞ്ഞിട്ട് ആരതിയെക്കുറിച്ച് പറയണ്ടപ്പോൾ നന്ദിനി പറയണേ, എന്തോ എനിക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ട എൻ്റെ ആരതി അവരെ ഞാൻ കാണുകയോ നന്ദി പറയുകയോ ഒന്നും ചെയ്തില്ല. അതെനിക്ക് എൻ്റെ മനസ്സിലിപ്പോൾ കുറ്റബോധം തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് അവർക്കൊന്ന് വിളിക്കണം, സൂര്യ സാറൊന്ന് വിളിച്ചു തരുമോ ചോദിക്കണം കേട്ടോ. ഓ അതിനെന്താന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ ഫോണിൽ നിന്ന് അപ്പം തന്നെ വിളിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ സൂര്യ ആരതിയാണെങ്കിലോ ഒരു പാത്രം കഴുകിയതിന് കൊണ്ടുവെക്കുന്ന സമയത്ത് തനിക്ക് ഫോൺ വരുന്നത്. അങ്ങനെ നന്ദിനിയാണെങ്കിലോ ആരതിയുടെ ഫോൺ ഇങ്ങനെ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആരതി ഹലോ ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് സൂര്യയെ വിളിക്കുമ്പോൾ ഇത് ഏട്ടനല്ല, ഇത് നന്ദിനിയാണെന്ന് പറയാം കേട്ടോ. ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ, ഏട്ടൻ്റെ ഫോണിൽ നിന്ന് എന്താ നന്ദിനെ വിളിച്ചിരിക്കുന്നത്? എനിക്കെന്തോ ആരതിയോട് സംസാരിക്കണമെന്ന് തോന്നി. ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ആ സമയം എന്തോ ആരതിയോട് സംസാരിക്കണം. അന്ന് എനിക്ക് ചിക്കൻ ബോക്സ് ഒക്കെ ബാധിച്ച് എന്നെ കുളിപ്പിച്ച് പോയതല്ലേ, പിന്നീട് ഒന്ന് വിളിക്കുകയോ വിവരം അന്വേഷിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതാണ് എന്നൊക്കെ അങ്ങനെ പറയുമ്പോഴും വലിയൊരു മൂടൊന്നും ആരതിക്കില്ല കേട്ടോ സംസാരത്തിൽ. അപ്പോൾ എന്ത് പറ്റി, എന്താ ആരതി നിൻ്റെ സംസാരത്തിൽ ഒരു വലിയൊരു ഉഷാറില്ലാത്തതിന് എനിക്ക് എന്തോ ടെൻഷനുള്ള പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം ഉടൻ തന്നെ എനിക്കൊരു പ്രശ്നമില്ല ആരതി, നീ എല്ലാം എന്നോട് മനസ്സ് തുറക്കുന്ന ഒരാളല്ലേ, എന്നോട് പറയുമെങ്കിൽ പറ, എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കാനായിട്ടാ. ആ സമയം ഉടൻ തന്നെ പറയാണ്, അത് പിന്നെ ഇല്ല വേണ്ട നന്ദിനി, വെറുതെ നിന്നെ കൂടി വിഷമിപ്പിക്കണ്ട, നീ പറ, ഒരാളോട് പറയുമ്പോൾ ആ സങ്കടം അത്രയും കുറഞ്ഞ് കിട്ടുമല്ലോ, അതുകൊണ്ട് നീ പറ എന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ സൂര്യയാണെങ്കിലോ ഈ അവിടുന്ന് കിട്ടിയ ആ ഒരു ഇതുണ്ടല്ലോ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നന്ദിനി ഇവിടെ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പെൺകുട്ടി, അവളും ഇതേ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതുപോലെ അവരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷെ ഒരു വർഷമൊക്കെ അവരുടെ വീട്ടുകാർ അകന്ന് നിന്നു. പിന്നീട് അവളുടെ വീട്ടുകാർക്ക് ഭയങ്കര അവളെന്ന് വെച്ച ജീവനാണ്. അങ്ങനെ ആ മരുമകനെ അംഗീകരിച്ച് അവരിപ്പോൾ വർഷാവർഷം ഹോളി ആണെങ്കിലും ദീപാവലി ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും വിശേഷങ്ങളായാൽ അവരുടെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങളായിട്ട് അവളെ കാണാൻ വേണ്ടി വരും. എന്നിട്ടിപ്പോൾ അവളെ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് കാണിച്ചു തന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത
വിഷമം. എനിക്ക് 2 ആങ്ങളമാരുണ്ട്. എൻ്റെ വീട്ടുകാർ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ ഇപ്പോഴും എന്നെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട്. അപ്പോൾ അത് കേട്ട ഉടനെ നന്ദിനി പറയാം, അതിനെന്താ അത്ര വിഷമിക്കാനുള്ളത്? അല്ല, അവളതൊക്കെ കാണിച്ചു തന്നപ്പോൾ എനിക്കും എൻ്റെ വീട്ടുകാരിങ്ങനെ കൊണ്ടുവന്ന് തന്നെങ്കിൽ എന്ന ഒരു ഓർമ്മ, ഒരു തോന്നൽ, ആരൊക്കെയോ ഉള്ളതുപോലെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ആവുമല്ലോ അതെന്ന് പറയുന്നത് കേട്ടോ. ഇതേ സമയം നന്ദിനി എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ സൂര്യ ചോദിക്കണേ, എന്താ പ്രശ്നം ആരതിക്ക്? അതെ, സൂര്യ സാറ് ശരിക്കും ആരതിയുടെ ഏട്ടനാണെന്ന് പറഞ്ഞ് നടക്കുന്നേ ഉള്ളൂ, പക്ഷെ അത് പ്രവൃത്തിയിലില്ല. അതുമാത്രം എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായത്? അത് പ്രവൃത്തിയിലില്ലാത്തത് ഏട്ടൻ ഇപ്പോൾ ഹോളിയൊക്കെ വരില്ലേ, എന്ത് വിശേഷപ്പെട്ട ദിവസങ്ങളും വരുമ്പോഴും സ്വന്തം പെങ്ങന്മാർക്ക്, അതായത് വീട്ടുകാർ എന്തെങ്കിലും അവിടെ കൊണ്ടു കൊടുക്കും. അങ്ങനെ ഒരു ആചാരമുണ്ട്, അത് സൂര്യ സാർ ചെയ്യലില്ലേ? അത് കേട്ട ഉടൻ തന്നെ എന്ത് ആചാരമാണത്? എനിക്കൊന്നും അറിയില്ല എന്ന് പറയും കേട്ടോ. ഇതേ സമയം അതറിയണം സാർ, അതുകൊണ്ട് ആരതിക്ക് നല്ല ടെൻഷനുണ്ട്, വീട്ടുകാരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ടെൻഷൻ. അപ്പം നമുക്ക് ആ ഒരു ടെൻഷൻ അങ്ങ് നികത്തിയാലോ എന്നിങ്ങനെ സൂര്യയോട് പറയുമ്പോൾ സൂര്യ റെഡി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.